ഞാൻ സലീമേട്ടനുമായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. സലീമേട്ടാ, നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് വ്യത്യസ്തനാം ബാലൻ എന്നുള്ള ആ ഒരു പാട്ടും ആ രംഗവും അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് വ്യത്യസ്തങ്ങളെ പാട്ടുപാടി പ്രദീപ് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് പ്രദീപേട്ടിൽ നിന്ന് ആ പാട്ട് കേൾക്കുകയും ചെയ്യാം. പ്രദീപ് പറഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതെ, ശരിക്കും പ്രദീപേട്ടനെ ഞാൻ എന്തെങ്കിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അവസരത്തിൽ. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ അടിപൊളി അടിപൊളി ആരും തിരിച്ചറിഞ്ഞില്ല. പ്രതിഭേട്ടൻ ഇതിലും വലിയൊരു അംഗീകാരം ഇനി കിട്ടാനില്ല. പെട്ടെന്നൊരു ഇമോഷണലായി അല്ലേ പ്രതിഭേട്ടാ? എന്തായിരുന്നു ആ പാട്ട് പാടാനും അതുപോലെ ശ്രീനേട്ടനുമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ? ഈ പാട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പാട്ടാണ്. എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാടിക്കഴിഞ്ഞ് പോരാൻ നേരം എന്നോട് ജയചന്ദ്രൻ സാർ പറഞ്ഞു, ശ്രീനി സാർ വരുന്നുണ്ട്, ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, അതായത് ഞാൻ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത്. ശാസ്തമംഗലത്തുള്ള സ്റ്റുഡിയോയിലാണ്, ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ്. അവിടെ ചെന്ന് പാടി സാർ വന്നു. സാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലൂടെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് പാടിയ പല പാട്ടുകളും പോലെ ദൈവമേ ഇതെന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു. പക്ഷേ പാട്ട് പാടിയതിനു ശേഷം കേട്ടതിന് ശേഷം സാർ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് ജയചന്ദ്ര സാർ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു മറുപടിയാണ് പ്രദീപ് പള്ളുരുത്തിയാക്കിയത്. എന്തായിരുന്നു ആ മറുപടി? ഇതെന്താണോ അതാണ് എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല, ഈ സിനിമയില് പ്രദീപ് പള്ളുരുത്തി ശ്രീനിവാസ സാറിന് മാത്രമല്ല പാടിയേക്കണത്, 3-4 ടോണിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ, സാറിന് വേണ്ടിയിട്ട്, സാറിനെ പറ്റിയുള്ള, അതായത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഒരു 3-4 പേരുടെ വോയിസിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അത് പാട്ട് എഴുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ സലിം കുമാർ, കവിയായിട്ട് അഭിനയിക്കുന്ന സലീമേട്ടൻ അല്ലേ? ശരിയാണ്. 2 ലൈൻ ഒന്ന് പാടാം. തീർച്ചയായിട്ടും. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സലീമേട്ടാ, എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരത്തിൽ സലീമേട്ടന്റെ പാട്ടൊക്കെ പാടി ഒരു നല്ല മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ സലീമേട്ടന്? എനിക്ക് എപ്പോഴേ ഫീൽ ചെയ്തു. മാത്രമല്ല ആ കടലാസ് കഷങ്ങൾ പറന്നു പോണത്, ഇത്രയും ഉറക്കമൊഴിച്ച് എഴുതിയ പാട്ടുകള് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറിന്റെ പറന്നു പോകുന്ന സീൻസ് ആണ് അതിനകത്ത് വന്നത് അല്ലേ? കാണാൻ പോകുമ്പോ നമുക്ക് താങ്ക് യു മാർട്ടിൻ, നീ വളരെ നന്നാവുന്നുണ്ട്.